മഹാസമുദ്രം പോലെ വിശാലമായ ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിൽ മുഴുവനായൊരു അവഗാഹം നേടിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായത് ഒരു കാര്യമാണ് ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ. പക്ഷേ എന്നിരുന്നാലും ഇതിനെക്കുറിച്ചൊരു സാമാന്യമൊരു അവബോധം സൃഷ്ടിച്ചെടുക്കുക ഓരോ ഭാരതീയരായ നമ്മൾ കൊച്ചു കൂട്ടുകാരും. ഇതുകൊണ്ട് നമുക്ക് ധർമ്മം, സത്യം, സൽപ്രവൃത്തി, സഹിഷ്ണുത ഇങ്ങനെയുള്ള നല്ല കുറേ ഗുണങ്ങൾ നേടിയെടുക്കാൻ ഈ ഭാരതീയ പുരാണ ഇതിഹാസങ്ങൾ വഴി ഇത് അറിഞ്ഞിരിക്കുന്നതിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സഹായിക്കും. ഇന്ന് രാമായണ മാസമായതിനാൽ ഇതിഹാസങ്ങളെക്കുറിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. മഹാഭാരതവും, വ്യാസൻ എഴുതിയ മഹാഭാരതവും, വാൽമീകി മഹർഷിയുടെ രാമായണവും. ഇതിൽ രാമായണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വാൽമീകി ആരായിരുന്നു, ഇത് കൊച്ചു കൂട്ടുകാർക്ക് പ്രചോദനമേകുന്ന ഒരു കഥയായിട്ട് പറഞ്ഞു തരാം. അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു, ചുരുക്കത്തിൽ പറഞ്ഞു തരാം. മഹാകൊള്ളക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സപ്തർഷിമാരെ കണ്ടതോടുകൂടി അദ്ദേഹത്തിന് മനപരിവർത്തനം ഉണ്ടായിട്ട് രാമരാമ എന്ന് ജപിച്ച് വളരെ കാലങ്ങളോളം ഇരിക്കും. ചിതൽപുറ്റിനകത്തായത് അദ്ദേഹം അറിഞ്ഞില്ല എന്നതിരിക്കും. പിൽക്കാലത്ത് സപ്തർഷിമാർ ഈ ചിതൽപുറ്റ് പൊട്ടിച്ച്, അതിൽ നിന്ന് ഈ രാമരാമ ശബ്ദം കേട്ട് ചിതൽപുറ്റ് പൊട്ടിച്ച് അദ്ദേഹത്തെ പുറത്തെടുക്കുക. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ദിവ്യശക്തി നേടുകയും മഹാ കഴിവുള്ളൊരു മുനിയായി മാറുകയും മഹർഷിയായി മാറുകയും ചെയ്തിരുന്നു. ഈ രാമരാമ എന്നുള്ള രാമനാമ ജപം കൊണ്ടും മാത്രം. അതോടുകൂടി അദ്ദേഹത്തിന് ആ ദിവ്യത്വം ലഭിച്ചു എന്നുള്ളത് രാമനാമത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ ഇതിലൂടെ സാധിക്കും. രാമായണം, അതിനുശേഷം അദ്ദേഹം രാമായണം രചിക്കുകയും ചെയ്തു. ഈ രാമായണം നമ്മുടെ കേരളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഇതാണ് വീടുകളിൽ നമ്മൾ വായിക്കുന്നത്. രാമായണ മാസത്തിലും വായിക്കുന്നു, അല്ലാത്തപ്പോഴും ഈ രാമായണം വായിക്കുന്നത് പുണ്യവും കുട്ടികൾക്ക് ആത്മവിശ്വാസവും സദ്ഗുണങ്ങളും ഉണ്ടാകാൻ ഇത് സാധിക്കും. ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് സാധിക്കും. സംസ്കൃതത്തിലുള്ള രാമായണം, അതിനകത്ത് ഒരു ഉത്തമനായ പുരുഷനാണ് ശ്രീരാമനെങ്കിൽ അധ്യാത്മ രാമായണത്തിൽ അദ്ദേഹം ഒരു അവതാര പുരുഷനായിട്ടാണ്, ഭക്തിയിലൂടെയാണ് അതിന് കൂടുതൽ മാഹാത്മ്യം പ്രകീർത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ കേളിയർ ഫോളോ ചെയ്യുന്നത് ഈ അവതാര പുരുഷനായ ശ്രീരാമനെ കുറിച്ചുള്ള അധ്യാത്മ രാമായണ കിളിപ്പാട്ടാണ്. അപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുകയും ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ പിതാവായി അറിയപ്പെടുകയും ചെയ്തു. നമ്മൾ എന്നും സന്ധ്യയ്ക്ക് ഈ രാമായണ മാസത്തിൽ രാമരാമ എന്ന് ചൊല്ലാൻ നമ്മുടെ കുട്ടികളെ ആദ്യമേ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. ഇത് അറിയാത്ത കുട്ടികൾക്ക് രാമനാമം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷവും നിർവൃതിയും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.